ഇപ്പോൾ ലൈവിൽ നടന്ന ഒരു സംഭവമാണ്. അതായത് പുതിയ മത്സരാർത്ഥികൾ വന്നിട്ട് അവരെ പരിചയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നിലവിലുള്ള കണ്ടസ്റ്റൻസിനെ പറ്റിയുള്ള അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ സായി കൃഷ്ണ സീക്രട്ട് ഏജൻറ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അതായത് നമ്മുടെ ശ്രീതു ഈ തമിഴ് ബിഗ് ബോസിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചു. അത് എന്നെ വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ കണ്ടെത്തിയ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീതു ഇടയ്ക്ക് കൂടുതലും തമിഴ് വേർഡ്സുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പം മലയാളത്തിൽ വരേണ്ട ഒരാളല്ല, തമിഴിൽ പോയാൽ മതിയായിരുന്നു, അതാണ് കുറച്ചുകൂടെ നിനക്ക് നല്ല എന്ന രീതിയിലാണ് സായി കൃഷ്ണ ശ്രീതുവിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ പല സീസണുകളിലും ഇതേ രീതിയിൽ തമിഴ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രം, ഇടയ്ക്ക് മലയാളം അറിയാത്ത ആൾക്കാരും ഇതിൽ ഉണ്ടായിരുന്നു. മലയാളം ജസ്റ്റ് സംസാരിക്കാൻ മാത്രം അറിയാവുന്ന ആളുകളും വന്നിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് കൊടുക്കുന്ന പിന്നെ ടാസ്കിൻ്റെ ആ ഒരു ലെറ്റർ പോലും വായിക്കാൻ അറിയാത്ത ആളുകളും ഉണ്ടായിരുന്നു ഇതിൽ. അപ്പം ഇത്തരത്തിൽ ഇപ്പം ജാൻമോണി എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷാണ് ഫുള്ള് പറയുന്നത്. ഈ മലയാളം നമുക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ശ്രീതു പറയുന്നത് കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് ഇനി എന്താണ് ശ്രീതുവിനെ കുറിച്ച് ഉദ്ദേശിച്ചെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. തമിഴ് ബിഗ് ബോസിൽ പോയാൽ പോരെ എന്ന രീതിയിലാണ് സംസാരിച്ചത്. ഇപ്പം നിലവിൽ സീക്രട്ട് ഏജൻറ്റ് വന്നിട്ട് ഇങ്ങനെ പതുങ്ങി ഒരു പാവത്താനെ പോലൊക്കെ നിൽക്കുന്നുണ്ട്. ഗെയിം എന്താണ് പതുങ്ങി പേടിച്ച് നിൽക്കുന്നതിനെ പോലുള്ള എന്താണ് അദ്ദേഹം കാരണത്തിൽ നിന്ന് വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂട്ട് അല്ല ഈ ബിഗ് ബോസ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വരും മണിക്കൂറുകളിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആൾക്കാരെ പഠിക്കുകയാണോ അതോ ഇനിയും കുറച്ചുകൂടെ മനസ്സിലാക്കുകയാണോ ഹൗസിനുള്ളിൽ എങ്ങനെ കളിക്കണമെന്ന്. എന്തായാലും നമുക്ക് വരും മണിക്കൂറിൽ കൂടുതൽ അപ്ഡേറ്റുമായി കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്